നമ്മുടെ വിഴിഞ്ഞം ഫിഷ് ലാൻഡ് കഴുകാറുണ്ടോ, ക്ലീൻ ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കൂട്ടുകാരാണ് കാണേണ്ടത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പള്ളിക്കാർ തന്നെ കാശ് കൊടുത്തിട്ട് ക്ലീൻ ചെയ്യിപ്പിക്കുന്നതാണ്. ഒരാഴ്ചയിൽ ഒരു ദിവസമായിരിക്കും, ശനിയാഴ്ച വൈകുന്നേരമാണ് ഇത് കഴുകുന്നത്. ആദ്യം ഇതൊക്കെ വേസ്റ്റൊക്കെ വാരി കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് വന്നിട്ട് ഇവിടെ നിന്ന് വേസ്റ്റൊക്കെ വാരിക്കളയും. അതിനുശേഷം താണ്ട ഈ കാണുന്നത് പോലെ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് കടപ്പുറം ക്ലീൻ ചെയ്യും കേട്ടോ. ഒരുപാട് കൂട്ടുകാർ വരുമ്പോഴേ പറയാറുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടാ നമ്മുടെ കടപ്പുറമൊക്കെ വൃത്തിഹീനമായി കിടക്കുന്നത്, അത് ക്ലീൻ ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ്. സീസൺ ടൈം ആണെങ്കിൽ ഡെയിലി കഴിയും കേട്ടോ. സീസൺ അല്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമായിരിക്കും കഴുകുന്നത് കേട്ടോ. കാണുന്നുണ്ടല്ലോ, നമ്മുടെ ഫിഷ് ലാൻഡാണ് കേട്ടോ. നമ്മളെ കൂട്ടുകാരൊക്കെ വന്ന് സ്ഥിരം മീൻ വാങ്ങുന്ന സ്ഥലമാണ്. പുള്ളിയുടെ പേര് വന്നിട്ട്, വണ്ടിയുടെ പേര് വിനായകൻ എന്നാണ് കേട്ടോ. പുള്ളിക്കാരൻ വർഷങ്ങൾ ഏകദേശം ഓർമ്മ കാലത്ത് ചെയ്യുന്ന ലോറിയിലൊക്കെ വെള്ളം കൊണ്ടുവന്ന് കുടിവെള്ളം കൊടുക്കുന്ന ആളാണ്. അതിനുശേഷം ഇതുപോലെ വെള്ളം കൊണ്ടുവന്ന് നമ്മുടെ പള്ളിക്കാരെ ഏൽപ്പിച്ചത് കാരണമാണ് ഇതുപോലെ ക്ലീൻ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാരൊക്കെ കടപ്പുറത്ത് വന്ന് മീൻ കിട്ടുമെന്ന് നോക്കി നിന്ന് അവിടെ മീനില്ലാത്തത് കാരണം നമ്മുടെ ചേച്ചിമാരെ കയ്യിൽ നിന്നൊക്കെ മീനുകളൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ടൈമും കാര്യം അറിയാം. ടൈമും കാര്യങ്ങളും നമ്മുടെ വീഡിയോസൊക്കെ കാണാത്ത കൂട്ടുകാരായിരിക്കും. അതുകൊണ്ട് ഈ കാണുന്നത് പോലെ ഒരുപാട് ആൾക്കാർ വന്ന് വെയിറ്റ് ചെയ്യുന്നത് കണ്ട. ഇനി ഏതെങ്കിലും വള്ളങ്ങൾ വന്നു കഴിഞ്ഞാൽ മീനൊക്കെ വാങ്ങാമെന്നുള്ള ഉദ്ദേശത്തിൽ വരുന്നവരാണ് കേട്ടോ ഇവർ. അറിഞ്ഞൂടാ, ടൈം അറിഞ്ഞൂടാ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് രാത്രി മീൻ കാണത്തില്ല. മാക്സിമം വൈകുന്നേരം ഒരു 3-4 മണി വരെ ആയിരുന്നു ഇവിടുത്തെ മീനിൻ്റെ ഒരവസ്ഥ. അത് കഴിഞ്ഞ് മീനുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇനി നാളെ ഞായറാഴ്ച പകൽ മീൻ കാണത്തില്ല. ഞായറാഴ്ച വൈകുന്നേരം 3:30 മണി മുതലേ വള്ളക്കാരൊക്കെ പണിക്ക് പോകാൻ തുടങ്ങും. അത് കഴിഞ്ഞ് രാത്രി 11 മണി മുതലായിരിക്കും ഓരോ വള്ളക്കാരായിട്ട് കരയ്ക്ക് വരുന്നത്. 2-3 ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തന്നു നമ്മുടെ കൂട്ടുകാർക്ക്. ഓക്കെ, എന്നാൽ എല്ലാവർക്കും ബൈ ബൈ.